നെക്സ്റ്റ് ഈസ് നോവേ ഡെൻസ് സെറ്റ്. നമ്മൾ നേരത്തെ എന്താണ് ഡെൻസ് സെറ്റ് എന്ന് പറഞ്ഞായിരുന്നു. എ സബ്സെറ്റ് എ ഓഫ് എ മെട്രിക് സ്പേസ് is said to be nowhere dense if its closure has empty interior. അതായത് ഒരു മെട്രിക് സ്പേസിന്റെ സബ്സെറ്റ് എ നോവെയർ ഡെൻസ് ആകണമെങ്കിൽ എയുടെ ക്ലോഷറിന്റെ ഇന്റീരിയർ എടുത്താൽ അത് എംറ്റി ആയിരിക്കണം. ദാറ്റ് ഈസ് എ ക്ലോഷർ the whole interior is equal to 5. Now A is nowhere dense implies A closure does not contain any non-empty open set. നമ്മൾ പറഞ്ഞു എ നോവെയർ ഡെൻസ് ആണെങ്കിൽ എ ക്ലോഷറിനകത്ത് ഇന്റീരിയർ ഒന്നും കാണില്ല, അല്ലെങ്കിൽ എ ക്ലോഷറിന് ഇന്റീരിയർ പോയിന്റ്സ് ഇല്ല. എ ക്ലോഷറിന് ഇന്റീരിയർ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം എ ക്ലോഷറിനകത്ത് ഒരു നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റും കണ്ടെയ്ൻ ചെയ്യുകയില്ല എന്ന് പറയാം. അതുപോലെ തന്നെ എക്സിന്റെ ഏത് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് എടുത്താലും എയിൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ എക്സിലെ ഏത് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് എടുത്താലും എയിൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് എ ഇസ് നോവെയർ ഡെൻസ് if and only if a closure does not contain any non-empty open set. That is if and only if each non-empty open set has a non-empty open subset disjoint from A. That is if and only if each non-empty open set contains an open sphere disjoint from A. ഇത് നമുക്ക് അടുത്ത തിയറം പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരും. So please note down. Next is Bayes' category theorem or Bayes' theorem. If sequence n is a sequence of nowhere dense sets in a complete metric space X, then there exists a point in X which is not in any of the n's. That is, X is not equal to union n. അതായത് തന്നിരിക്കുന്നത് സീക്വൻസ് n എന്ന് പറയുന്നത് നോവെയർ ഡെൻസ് സെറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അത് എക്സ് എന്ന് പറയുന്ന കംപ്ലീറ്റ് മെട്രിക് സ്പേസിലെ സെറ്റുമാണ്. അങ്ങനെയെങ്കിൽ ഒരു എന്നിലും വരാത്ത ഒരു പോയിന്റ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കാണിക്കണം. അതായത് യൂണിയൻ എൻ എടുത്താൽ ഒരു കാരണവശാലും അത് ദ ഹോൾ മെട്രിക് സ്പേസ് എക്സിനോട് ഈക്വൽ ആകില്ല. ദാറ്റ് ഈസ് യൂണിയൻ എയിൽ ഇല്ലാത്ത ഒരു പോയിന്റ് മെട്രിക് സ്പേസ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് മെട്രിക് സ്പേസും ഓപ്പൺ ആയിരിക്കും. So we know that the metric space X is open. Also given that A1 is nowhere dense. So A1 is nowhere dense if and only if each non-empty open set contains an open sphere disjoint from A1. അതായത് A1 nowhere dense ആയതുകൊണ്ട് X എന്ന് പറഞ്ഞ മെട്രിക് സ്പേസിനകത്ത് ഏത് നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് എടുത്താലും അതിനകത്ത് A1 നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ കണ്ടെയ്ൻ ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം എക്സിനകത്ത് 1നേക്കാട്ടും താഴെ റേഡിയസ് ഉള്ള ഒരു ഓപ്പൺ സ്ഫിയർ A1 നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ എക്സിൽ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ S1 നമുക്ക് കിട്ടി. ഇനി ഈ S1ന്റെ റേഡിയസിന്റെ പകുതി റേഡിയസ് ഉള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രിക് സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെ F1 എന്ന് വിളിക്കുക. അപ്പോൾ ഓർക്കുക S1 എന്ന് പറയുന്ന ഓപ്പൺ സ്ഫിയർ ആണ്, പക്ഷേ F1 എന്ന് പറയുന്ന ക്ലോസ്ഡ് സ്ഫിയർ ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് S1ന്റെ റേഡിയസിൻ്റെ പകുതിയായിരിക്കും. നമ്മൾ പറഞ്ഞു F1 ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് F1ന്റെ ഇന്റീരിയർ മാത്രം കൺസിഡർ ചെയ്യുക. നമുക്കറിയാം ഇന്റീരിയർ ഓഫ് എ സെറ്റ് ഈസ് ഓൾവേസ് ഓപ്പൺ. അപ്പോൾ F1ൽ നിന്ന് ഇന്റീരിയർ F1 എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ A1 നോവെയർ ഡെൻസ് ആണ്, അതുപോലെ തന്നെ A2 എന്താണ് നോവെയർ ഡെൻസ് ആണ്. അപ്പോൾ A2 നോവെയർ ഡെൻസ് ആയതുകൊണ്ട് ഏത് ഓപ്പൺ സ്ഫിയർ എടുത്താലും A2വിൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ നമുക്ക് ആ ഓപ്പൺ സെറ്റിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇന്റീരിയർ F1 എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് A2വിൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ ഈ ഇന്റീരിയർ F1നകത്ത് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇന്റീരിയർ F1 ആണ് ഈ ബ്ലൂ ഷെയ്ഡഡ് റീജിയനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇന്റീരിയർ F1 ഓപ്പൺ ആയതുകൊണ്ട് A2വിൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ ഇന്റീരിയർ F1നകത്ത് നമുക്ക് വരയ്ക്കാം. അതിനെ ഞാൻ S2 എന്ന് വിളിക്കുന്നു. ഈ S2ന്റെ റേഡിയസ് എന്ന് പറയുന്നത് F1ന്റെ റേഡിയസിന്റെ ഹാഫ് ആണെന്ന് വിചാരിക്കുക. ഇനി അടുത്ത് ഒരു ക്ലോസ്ഡ് സ്ഫിയർ കൺസിഡർ ചെയ്യുക. അത് S2ന് കോൺസെൻട്രിക് ആയിട്ട് വരണം.
ആ ക്ലോസ്ഡ് സ്ഫിയർ S2ന്റെ റേഡിയസിന്റെ ഹാഫ് ആയിരിക്കണം. ആ സർക്കിൾ ഇങ്ങനെ വരും F2. അതുകൊണ്ട് ഇന്റീരിയർ F2വിനകത്ത് നമുക്കൊരു ഓപ്പൺ സ്ഫിയർ S3 കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഈസ് ഡിസ്ജോയിന്റ് ഫ്രം A3. Says that S3 is disjoint from A3. അങ്ങനെ നമുക്കൊരു സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് സ്ഫിയേഴ്സ് കിട്ടും. അതായത് F1, F2, F3, F4 എക്സെട്ര വിച്ച് ഈസ് ഡിസ്ജോയിന്റ് ഫ്രം A1, A2, A3 എക്സെട്ര. കൂടാതെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് ഡയമീറ്റർ ഓഫ് Fn ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. കൂടാതെ ഈ സീക്വൻസ് ഓഫ് Fn എന്ന് പറയുന്നതെല്ലാം എന്താണ്? ക്ലോസ്ഡ് സെറ്റ്സുമാണ്. അതുകൊണ്ട് കാൻഡൽസ് ഇന്റർസെക്ഷൻ തിയറം വെച്ച് നമുക്ക് പറയാം ഇന്റർസെക്ഷൻ Fnനകത്ത് എക്സിലുള്ള ഒരു പോയിന്റ് ലൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതായത് എല്ലാ Fnകൾക്കും കോമൺ ആയിട്ട് ദ മെട്രിക് സ്പേസ് എക്സിനകത്ത് ഒരു പോയിന്റ് എക്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇവിടെ കാൻഡൽസ് ഇന്റർസെക്ഷൻ തിയറം അപ്ലൈ ചെയ്യാൻ കാരണം എക്സ് കംപ്ലീറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. സോ സിൻസ് എക്സ് ഈസ് കംപ്ലീറ്റ് ബൈ കാൻഡൽസ് ഇന്റർസെക്ഷൻ തിയറം ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സ് in the metric space X says that X belongs to Fn for all n. Fnലെല്ലാ X വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം എല്ലാ Snകളിലും X ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ Snകളെല്ലാം Anൽ നിന്നും ഡിസ്ജോയിന്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ X ഒരു കാരണവശാലും Ansന്റെ യൂണിയനകത്ത് വരികയില്ല. ദാറ്റ് ഈസ് നമ്മൾ മെട്രിക് സ്പേസ് Xലെ ഒരു എലമെന്റ് X കണ്ടുപിടിച്ചു. Says that X is not an element of the union of A. So നമുക്ക് എന്ത് പറയാം? X is never be equal to union of A. ഇതാണ് ബെയസ് തിയറം. അതായത് ബെയസ് തിയറം ഇതാണ് പറയുന്നത്. X ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെന്നിരിക്കട്ടെ, അതിൽ നോവർ ഡെൻസ് സെറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് An എന്ന് വിചാരിക്കുക. An നോവർ ഡെൻസ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് An ക്ലോഷറിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എം ടി ആയിരിക്കും. അങ്ങനെയെങ്കിൽ എക്സ് ഒരു കാരണവശാലും യൂണിയൻ An ആകുകയില്ല. ഇതാണ് ബെയേഴ്സ് തിയറം പറയുന്നത്. അപ്പം ഇതിൻ്റെ നെഗേഷൻ എടുക്കാം. ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് മെട്രിക് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് An ആകുകയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് An ക്ലോഷറിൻ്റെ ഇൻറ്റീരിയർ ഒരു കാരണവശാലും എം ടി ആകുകയില്ല. അതായത് ഒരു സെറ്റ് എന്നെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സെസ് ദാറ്റ് An ക്ലോഷറിൻ്റെ ഇൻറ്റീരിയർ നോൺ എം ടി ആകുന്ന തരത്തിൽ. അതുകൊണ്ട് ഈ ബെയേഴ്സ് തിയറത്തിനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബെയേഴ്സ് തിയറത്തിനെ റീസ്റ്റേറ്റ് ചെയ്തതാണ് അടുത്ത തിയറമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് if a complete metric space is the union of a sequence of its subsets, then the closure of at least one set in the sequence must have non-empty interior. അപ്പോൾ തിയറം ഡി ചോദിച്ചാലും തിയറം ഇ ചോദിച്ചാലും ഒരേ പ്രൂഫാണ്. രണ്ടും ബെയേഴ്സ് തിയറം തന്നെയാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ബെയേഴ്സ് തിയറം ചോദിച്ചാൽ ഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം, ഇയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം.